വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ്. പ്രത്യേകിച്ച് CMA ഇന്ത്യ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് ഉപകാരപ്പെടുക. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാർ ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20% ഒക്കെ ആൾക്കാർ മാത്രമേ അത് കൃത്യമായിട്ട് ആ ഒരു കോഴ്സ് ഉദ്ദേശിക്കുന്ന തരത്തിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ള ഈ ഒരു 80% കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ആ കോഴ്സ് പഠിച്ചിട്ട് കിട്ടേണ്ട ബെനിഫിറ്റ് എൻജോയ് ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായിട്ട് ടാർഗറ്റ് ഒന്നും ചെയ്തിട്ടല്ല പഠിക്കുന്നത്. അത് പലപ്പോഴും ഇൻ്റർമീഡിയറ്റോ അല്ലെങ്കിൽ ഫൈനൽ എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് അവരുടെ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തതും ഈ കോഴ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയില്ല എന്ന് പിന്നെയാണ് മനസ്സിലാവാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നമ്മൾക്ക് ഈ കോഴ്സിൽ നിന്ന് കിട്ടേണ്ട ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പിന്നെയും കുറേ ടൈം എടുക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. കുറേയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനിടയിലുള്ള ഒരു പ്രശ്നമുണ്ട്. പല ആൾക്കാരും ഈ കോഴ്സ് പകുതിക്കിട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണെന്ന് അറിയാത്ത വിഷയങ്ങളുണ്ട്. രണ്ട്, കോഴ്സ് പകുതിക്കിട്ടിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുന്ന ഒരുപാട് കുട്ടികൾ ഈ അടുത്തായിട്ട് കണ്ടു. അപ്പോൾ അത് കൃത്യമായിട്ട് 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. 2, കോഴ്സിന് ജോയിൻ ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു ഡിഫിക്കൽറ്റി ലെവലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ സറണ്ടർ ചെയ്യുക. 3, നമ്മൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ജോലി അന്വേഷിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തെങ്കിലും നമുക്കൊരു പെർട്ടിക്കുലർ സ്കില്ലിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ വശം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെപ്റ്റംബർ 26 റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഒരു കോഴ്സ് പഠിക്കുമ്പം ഇപ്പുറത്തെ ഭാഗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻഡസ്ട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല പലപ്പോഴും. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് റിയലൈസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും, ഇനി നിങ്ങളൊരു ജോലി ഉദ്ദേശിച്ചിട്ടാണ് ഈ കോഴ്സ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ വ്യക്തമാക്കി തരാനും വേണ്ടി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ. അപ്പോൾ നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കോഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടി അതിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ മോഡും കൂടി നമ്മൾ റെഡിയാക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ എക്സാമൊക്കെ കഴിയുമ്പം തന്നെ ഒരു അത്യാവശ്യം ഒരു മിനിമം റെമ്യൂണറേഷൻ വെച്ചൊരു ജോലിക്ക് കയറാൻ പറ്റുകയും അത് വെച്ചിട്ട് നമ്മൾ സ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റവന്യൂ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ലെവലിലേക്ക് നമുക്ക് മാറാനൊക്കെ പറ്റും. പക്ഷേ ഇതിനിടയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നാലും രണ്ടാമത്തെ പ്രശ്നം ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റീൻ്റെ പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നം, ഇനി ഇത് ആക്സെപ്റ്റ് ചെയ്താലും നമ്മൾ അതിനകത്ത് മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ 3 പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കണ്ണൂർ അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് APSൻ്റെ നേതൃത്വത്തിൽ 23-ാം തീയതി സെപ്റ്റംബർ 23 രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഫ്രീ വർക്ക്ഷോപ്പ് CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മൊത്തം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഗൂഗിൾ ഷീറ്റ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് എന്തെങ്കിലും പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല, 100% ഫ്രീ ആണ്. പക്ഷേ ചെറിയൊരു കാര്യമുള്ളത്, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർക്ക് മാത്രമേ നമുക്ക് അവിടെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ മാക്സിമം പോയാൽ ഒരു 70 കുട്ടികൾക്കാണ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബേസിലായിരിക്കും. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യുന്ന 70 ആൾക്കാർക്ക്, ഇനി അഥവാ ഫില്ല് ചെയ്ത ആൾക്കാർ വരുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഒരു അവസരം കൊടുക്കും. പിന്നെ ഓൺലൈനിൽ വെക്കാൻ പറ്റുമോ എന്നുള്ള അടുത്ത ചോദ്യം ഉണ്ടാവും. ഓൺലൈനിൽ എന്തായാലും ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൺലൈനിൽ വെച്ചാൽ കുറേ ആൾക്ക് എത്തുമല്ലോ. ഇതിനു വേണ്ടി ആവശ്യമുള്ള ആൾക്കാർ, ഇത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ, ദെൻ ഈ കോഴ്സ് പഠിച്ചിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം ഈ പ്രോഗ്രാമിന് എന്ത് ചെയ്താൽ മതി, വന്നാൽ മതി. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് നമുക്ക് സംസാരിക്കാം. ഓൾ ദി ബെസ്റ്റ്.